പെണ്ണുങ്ങളെ എങ്ങനെ വളയ്ക്കണമെന്ന് ഒരെണ്ണത്തിന് അറിയത്തില്ല. അത് ഞാൻ പറഞ്ഞു. എന്താടാ രാവിലെ ഒരു മൂടൗട്ട്? ഒരാഴ്ചയുടെ മീര കോളേജിൽ വന്നിട്ട് എന്ത് പണ്ടാരമാണെന്ന് ആർക്കറിയാം. അന്ന് നീ അവളുടെ വീട്ടിൽ ചെന്ന് ഷൈൻ ചെയ്യേണ്ട റിയാക്ഷൻ ആണോന്ന് എന്റെ സംശയം. ആ ചിലപ്പോൾ അങ്ങനെ സന്ദേഹിക്കാം. ഇനി അവള് വല്ല അസുഖം പിടിച്ചു കിടക്കുകയാണോ? എടാ എനിക്ക് മീര ഒന്ന് കാണണമല്ലോ. എന്താ ഒരു വഴി? ഇപ്പോഴും എന്റെ മനസ്സ് പറയണ്ട. അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും. എനിക്ക് എന്തായാലും അവളെ കണ്ടേ പറ്റും. നിന്റെ ആഗ്രഹം ഏതായാലും കൊള്ളാം. പക്ഷെ മീരയുടെ തന്തയെങ്ങാനും കണ്ടാൽ നിന്റെ തടി കേടായത് തന്നെ അല്ലേ അളിയ? പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. നീ വിഷമിക്കണ്ട അളിയാ, നിനക്ക് അവളെ കാണുന്നത് ഞാൻ കൂടെ വരാടാ. ഏതാണാവോ മീരയുടെ അളിയാതെ താഴെ ആ ലൈറ്റ് കാണുന്ന മീരയുടെ മുറി. അത് അവളുടെ അമ്മയുടെ മേളുടെ അവളുടെ മുറി. എന്തിനാടാ ഈ കയറ്? മീരെ കണ്ടില്ലെങ്കിലേ ഇവന് നാളെ തൂങ്ങിച്ചാകേണ്ടി വരും. അപ്പൊ കയറന്വേഷിച്ചെങ്ങും പോകട്ടെ. ഇതൊക്കെ വേണോ? പേടിയാവുന്നതാ. മിണ്ടാതെ വടച്ചേനത്തെ അവന്റെ ആ കാണതാടാ മീരയുടെ മുറി. എങ്ങനെയാ അവളോട് സംസാരിക്കുക? ഞാൻ ഈ മൊബൈലിൽ മീരയുടെ അച്ഛന് വിളിക്കാം, എന്നിട്ട് മീരയ്ക്ക് കൊടുക്കാൻ പറയാം. അങ്ങനെ പറയുമ്പോ നിനക്ക് 2 റീത്ത് കൂടി പറഞ്ഞോ. മണ്ടത്തരം പറയാതറ. കയറുള്ള എന്തിനാണ് റീത്ത്? എന്റെ പൊട്ടിത്തം പറഞ്ഞോണ്ട് നിൽക്കാതെ അങ്ങോട്ട് കേടാ. അവിടെ പിടിക്കാൻ തെണ്ടി. ഇത് ഞാനാ. സിനിമ കാണാൻ. നീ എന്തിനാ ഒരാഴ്ചയായിട്ട് കോളേജിൽ വരാറുന്നത്? നിനക്ക് എന്തെങ്കിലും അസുഖം പിടിച്ച് കിടക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത്. എനിക്കൊരു അസുഖമില്ല. അച്ഛനും അമ്മയുണ്ട് താഴെ. അച്ഛനും അമ്മയും താഴെ ഇല്ല മോളെ മീരേ. എന്റെ അമ്മ നിന്റെ അമ്മ. അയ്യോ അമ്മ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. ദാ പാല് കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും. ഇത് നിന്റെ തന്തരടി. തീരെ മതിവില്ല. അങ്ങനെ ഷുഗറാന്ന് തോന്നണം. സംസാരിച്ചോ വിനു പോ വിനു, അച്ഛനെങ്ങാനും കണ്ടാ പിന്നെ അങ്ങനെ 2 വിട്ടിട്ട് കിടന്ന് ഉറങ്ങണ്ടാവും. മര്യാദക്ക് നിക്കണം. കാലിക്ലിയാക്കണം. നീ സൂച്ചോ. എന്താടാ